ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന്. നമുക്ക് ലവ് ബിഗിൻസ് ആണ് വന്നേക്കുന്നത്. ഹാർമണി വന്നിട്ടുണ്ട്. ചൂസ് വൈസിൽ ബേസ് ചക്രം, നമുക്കിവിടെ വന്നിട്ടുള്ളത് ലവ് ബിഗിൻസ് ആണ്. അപ്പോൾ ലവ് ബിഗിൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സന്തോഷത്തിൻ്റെതായ എനർജിയാണ്. എന്തോ നിങ്ങളൊന്ന് തുടങ്ങി വെക്കാൻ പോകുന്നുണ്ട്. അത് വളരെയധികം സന്തോഷത്തോടു കൂടി തുടങ്ങുക. എന്തിൻ്റെയെങ്കിലും സ്റ്റാർട്ടിങ് വരുമ്പോൾ ബോൾഡായിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. മനസ്സിലായോ? അപ്പോൾ അവിടെ നിങ്ങൾ ഭയം ഉള്ളിൽ കൊണ്ടുവരാൻ പാടില്ല. ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവുക, സ്നേഹത്തോടു കൂടി. ആ ഒരു കാര്യത്തെ നിങ്ങൾ എന്തിനെ തുടക്കം കുറിക്കാൻ പോകുന്നുണ്ടോ ആ ഒരു കാര്യത്തെ നിങ്ങൾ സ്നേഹിക്കണം. ആ സ്നേഹം അതിന് കൊടുത്തുകൊണ്ട് വേണം. അതായത് സ്നേഹത്തിൻ്റെതായ വൈബ്രേഷൻ അവിടെ ഉണ്ടായിരിക്കണം. നമ്മൾ എന്ത് യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നു അതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ദിവസം മുഴുവൻ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യം തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു അതായത് ലവിൻ്റെതായിട്ടുള്ള ആ ഒരു എനർജി കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വളരെയധികം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് വേണം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ. അതുപോലെ ധൈര്യത്തോടുകൂടി, പേടി ഉള്ളിൽ വേണ്ട, ധൈര്യത്തോടുകൂടി എന്തും വന്നോട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം, വരുന്നത് പോലെ അനുഭവിക്കാം എന്നുള്ള ആ മനസ്സിന്റെ ധൈര്യം കൊടുത്തുകൊണ്ടുവേണം. മനസ്സിൽ ധൈര്യം ഉണ്ടായിരിക്കണം. അല്ലാതെ ഇത് വിജയിക്കത്തില്ല, അയ്യോ ഇത് ഞാൻ തോറ്റു പോകുമോ, എനിക്ക് ജയിക്കുമോ, എനിക്കിതിന് ഇതുകൊണ്ട് നല്ല വരുമാനം ഉണ്ടാകുമോ ഇല്ലയോ, ഉണ്ടോ ഇല്ലയോ, ഇങ്ങനെയൊക്കെയുള്ള സംശയമേ പാടില്ല. മനസ്സിലായോ? അപ്പം ട്രസ്റ്റ് ഇഷ്യൂസ് ഒന്നും പാടില്ല. അതാണ് പറയുന്നത്. യൂണിവേഴ്സിൽ ഒരു വിശ്വാസം കൊടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അപ്പോൾ ഏതൊരു കാര്യവും നിങ്ങൾക്കിവിടെ സന്തോഷത്തോടുകൂടി ബിഗിൻ ചെയ്യാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് അതിൻ്റെതായ റിസൾട്ട് ലഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ രണ്ടുപേർ കൂടിച്ചേർന്ന് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലായാലും ഒരു തുടക്കം വരുന്നുണ്ട്. അത് ഏത് കാര്യത്തിലായാലും നിങ്ങൾ അതിനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക, ധൈര്യമായിട്ട് അതിലേക്ക് മുന്നോട്ടിറങ്ങുക. അതാണ് വേണ്ടത് എന്നാണ് കാണുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ്. ടു ഓഫ് കപ്സിന്റെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാവാം. അതുമല്ല എങ്കിൽ നിങ്ങൾ രണ്ടുപേർ കൂടി ചേർന്നൊരു പാർട്ട്ണർഷിപ്പ് തുടങ്ങുകയും ആവാം. പാർട്ട്ണർഷിപ്പിൻ്റെതായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ടു ഓഫ് കപ്സ്, അതായത് ചിലപ്പോൾ കപ്പിൾസിന്റെ എനർജി കൊണ്ട് വീണ്ടും കൂടി ചേർന്ന് മുന്നോട്ട് പോകുന്നതാവാം. വളരെയധികം പോസിറ്റീവായിട്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നതും ആവാം. ഇനി അതുമല്ല ജോലി കാര്യങ്ങളിലാവാം. അങ്ങനെയായാൽ തന്നെ നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് കൈ കോർത്ത് പിടിച്ചുകൊണ്ട് തന്നെ, ഇവിടെ അങ്ങനെയാണ് കാണുന്നത്. രണ്ടുപേർ കണ്ടില്ലേ, കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് ഒരേ ഒരു കാര്യം തുടങ്ങി വയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു നല്ല സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരിക്കും. നിങ്ങൾക്കത് കൂടുതൽ സക്സസിലേക്ക് മുന്നോട്ട് പോകാനും കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിച്ച ചില വ്യക്തികൾ വന്നു ചേരാം. അവരുമായിട്ട് പാർട്ട്ണർഷിപ്പിലേക്ക് മുന്നോട്ട് പോകാം. ഇനി ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്കിവിടെ ഈ ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് വിജയം തരും എന്നുള്ളതാണ്. അത് ഒരു നല്ലൊരു ജീവിതത്തിന്റെ തുടക്കം തന്നെ ആവുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഇവിടെ അടുത്തതായിട്ട് നമ്പർ 6 ആണ് വന്നിരിക്കുന്നത്, ഹാർമണി. അപ്പൊ ഇവിടെ നമ്പർ 6 എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെതായ ഒരു മാറ്റമാണ്. ഈ ഒരു മാറ്റം എന്ന് പറയുമ്പോൾ ഹാർമണി, കൂടിച്ചേരാനുള്ള ഐക്യത്തിലേക്കുള്ള ഒരു യാത്രയിലാണ്.
അതായത് ഇവിടെ സിൻസിയർ ലവ് എന്നാണ് കാണുന്നത്. അപ്പോൾ സിൻസിയർ ആയിട്ട് ലവ് ചെയ്യുന്നു, അല്ലെങ്കിൽ സിൻസിയർ ആയിട്ടുള്ള ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് ഇവിടെ ഐക്യത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. അത് ഒരു കാര്യത്തിനല്ല, മറ്റേത് സാഹചര്യത്തിലായാലും. മനസ്സിലായി? ഇവിടെ റിലേഷൻഷിപ്പിന്റെ കാര്യം മാത്രമല്ല, ഏത് സാഹചര്യത്തിലായാലും നിങ്ങളോട് ആരെങ്കിലും ചിലപ്പോൾ ശത്രുത ഉണ്ടായിട്ടുണ്ടാവാം. അവർ ചിലപ്പോൾ ഈ ഒരു സമയത്ത് മുന്നോട്ട് വരുന്നുണ്ടാവാം. നിങ്ങളോടൊപ്പം ചേർന്ന് നല്ല ഒരു സൗഹൃദത്തിലൂടെ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. അത് ഏത് കാര്യത്തിലായാലും ഇവിടെ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു ഐക്യം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? അത് ഏത് കാര്യത്തിലാണ്, നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളോ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെയോ, കുടുംബത്തിലെയോ, മറ്റേ ഏതൊരു കാര്യവും നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതിനനുസരിച്ച് വിചാരിക്കുക. മനസ്സിലായോ? ഇവിടെ നമുക്ക് നോക്കാം എന്താണ് ക്ലാരിഫൈ ചെയ്യാൻ. കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഹാർമണി എന്തിലാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഹാർമണി സംഭവിക്കുന്നത് ഏത് കാര്യത്തിലാണെന്ന് നമുക്ക് നോക്കാവേ. 3 ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. കാരണം ഇവിടെ ഹാർമണി സംഭവിക്കുക എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുണ്ടാവും. ഒന്നുകിൽ നിങ്ങൾ തമ്മിൽ ആരെങ്കിലും വഴക്കിട്ടതിനെ കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ആരെങ്കിലും വന്ന് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ ഒരുപാട് ദുഃഖം അനുഭവിച്ചു കഴിയുക, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹമായിട്ട് ഇരിക്കുന്നവർ തമ്മിലൊരു അകൽച്ച ഉണ്ടാവുക. ഇവിടെയൊക്കെ നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ ഒരു ശത്രുത മറന്നിട്ട് വീണ്ടും നിങ്ങൾ ഇവിടെ ഒന്നാവുന്നു എന്നുള്ളതാണ് കാണുന്നത്. വീണ്ടും കൂടി ചേരുന്ന സിൻസിയർ ലവ് ഇവിടെ വീണ്ടും തുടങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അതുവരെയുള്ള മനോഭാവത്തിന് ഒരു മാറ്റം കൊണ്ടുവന്നിട്ട് ഇവിടെ വീണ്ടും ഐക്യത്തിലൂടെ മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ഏതൊരു വ്യക്തിയായാലും നിങ്ങളുടെ സാഹചര്യം പോലെ എടുക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരിക്കലും മിണ്ടുകയില്ല, ഒരിക്കലും ഇനി അവരുമായിട്ട് സഹകരിക്കില്ല എന്നൊക്കെ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടാവണം. അപ്പൊ അങ്ങനെയുള്ള ചില വ്യക്തികളാണ് ശത്രുത മറന്ന നിങ്ങളിലേക്ക് വരുന്നത് എന്ന് കാണുന്നുണ്ട്. പക്ഷെ അവർ ഇവിടെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് വരുന്നതെന്ന് കാണുന്നുണ്ട്. അടുത്തായിട്ട് ചൂസ് വൈസിലി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചൂസ് വൈസിലി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. ഏതെങ്കിലുമൊക്കെ ജോലിക്കാര്യങ്ങളാവാം. അപ്പോൾ അതുമല്ല എങ്കിൽ എന്തെങ്കിലും പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ടാവണം. കുട്ടികൾ പഠിക്കുന്ന കാര്യമാവാം, അതുമല്ല എങ്കിൽ ഏതെങ്കിലും ജോലി കാര്യങ്ങളിലാവാം. ഇപ്പൊ ഇവിടെ എന്തായാലും നിങ്ങൾ അതിനെ എങ്ങോട്ട് പോകുന്നോ, ഏത് വിഷയം എടുത്ത് പഠിക്കണോ, ഇനി ഏത് ജോലിയിലേക്ക് പോകണോ, അല്ലെങ്കിൽ ഏത് വിവാഹം വേണോ, ഏത് തരത്തിലുള്ള വീടാണോ വെക്കേണ്ടത്, ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഏത് രാജ്യത്തേക്കാണ് യാത്ര പോവേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അവിടെ ബുദ്ധിപൂർവ്വം നിങ്ങളൊന്ന് സെലക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മുന്നോട്ട് നിങ്ങൾ പോവുകയാണ്, അങ്ങോട്ട് പോകും. അപ്പോൾ ഓരോരുത്തരും പറയുന്നത് എന്താണ്? അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. പക്ഷെ നിങ്ങൾ ഇവിടെ ഏതായാലും ശരി ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുക, അതാണ് ഇവിടെ കാണുന്നത്. വെളിച്ചത്തിലേക്ക് പോവുക. മനസ്സിലായി? നിങ്ങൾക്ക് വെളിച്ചം കിട്ടുന്ന വിധത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രോഗ്രസ് ലഭിക്കുന്ന വിധത്തിൽ ഏത് കാര്യമാണോ ഉള്ളത്, അത് ചെറുതായാലും വലുതായാലും അതാണ് നിങ്ങൾ ബുദ്ധിപൂർവം സെലക്ട് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ എന്താണ് ഇപ്പോൾ ബുദ്ധിപൂർവം സെലക്ട് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. മൂൺ കാർഡാണ്. തീർച്ചയായിട്ടും ഇവിടെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ നന്നായിട്ട് പേടി അനുഭവിച്ചു കൊണ്ടിരുന്നു. മനസ്സിലായി? ഏത് കാര്യത്തിലാണ് നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആ കാര്യത്തിൽ നിങ്ങൾ നന്നായിട്ട് പേടിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരു സൊസൈറ്റി ഫിയർ ഉണ്ടാവും. ഏതോ ഒരു കാര്യത്തിന് തീരുമാനം എടുത്തിട്ട് നിങ്ങൾ ആൾക്കാർ എന്ത് വിചാരിക്കും, എന്ത് പറയും, അങ്ങനെയൊക്കെയുള്ള ചില കാര്യത്തിൽ നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ഭയം ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ആകാംക്ഷ ഉണ്ടാവാം. എന്താണ്, എനിക്കത് നേടാൻ സാധിക്കുമോ, ഞാൻ ആ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ എനിക്കത് ലഭിക്കുമോ, അല്ല എങ്കിൽ എനിക്ക് അതിനുള്ള ഒരു പ്രോഗ്രസ് എവിടെ നിന്ന് ലഭിക്കും, എങ്ങനെ പോകണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിങ്ങളിവിടെ വിഷമിക്കുന്നതായിട്ടും പേടി അനുഭവിക്കുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ഇവിടെ നിന്ന് എന്തായാലും നിങ്ങൾ ഒരു ചേഞ്ചിലേക്കാണ് മുന്നോട്ട് വരുന്നത് എന്ന് കാണുന്നുണ്ട്.
എന്ത് ചേഞ്ചാണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്നത്? 6 ഓഫ് പെന്റക്കിൾസിന്റെ ചേഞ്ചാണ്. കാരണം നിങ്ങൾക്ക് ഇവിടെ സാമ്പത്തികപരമായ അഭിവൃദ്ധി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു അഭിവൃദ്ധിയിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു ജോലിക്കാര്യം, ചെറിയ ചില ജോലികൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഏറ്റവും വലിയ ജോലി എന്നുള്ള സ്വപ്നം കണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു ചെറിയ ജോലിയായിരിക്കാം. അവിടെ നിങ്ങൾ ബുദ്ധിപൂർവ്വം പ്രയോഗിച്ചു കഴിഞ്ഞാൽ, ബുദ്ധിപൂർവ്വം ചിന്തിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചെറിയ ജോലി എന്ന വലിയ ജോലി എന്നുള്ള വ്യത്യാസമില്ലാതെ മുന്നോട്ട് കിടക്കാവുന്നതാണ്. അവിടെ നിങ്ങളുടെ ബുദ്ധി കൂടുതലായിട്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ സക്സസ് ലഭിക്കും. കാരണം അവിടെ നിന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമല്ലോ. നിങ്ങൾക്ക് കഴിവുണ്ട് എങ്കിൽ എന്താണ് വയ്യാത്തത്? എന്താണ് നിങ്ങളെ കൊണ്ട് നേടാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്തുള്ളത്? എനിക്കിതെല്ലാം സാധ്യമാകും, മനസ്സിലായോ? ഞാനതിന് കഴിവുള്ള വ്യക്തിയാണ്, എനിക്ക് ഇതെല്ലാം സാധ്യമാകും, മനസ്സിലായോ? അപ്പോൾ ഇതാണ് മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ടത്. ഇങ്ങനെ ബോൾഡായിട്ട് വേണം മുന്നോട്ട് വരാൻ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് സാധ്യമാകുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ബേസ് ചക്രയുടെ ആക്ടിവേഷൻ ആണ്. ബേസ് ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്പർ 1 ആണ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന കാർഡ് ലവ് ബിഗിൻസ് നമ്പർ 1 ആണ് അല്ലേ? അപ്പോൾ ലവ് ബിഗിൻസ് നമ്പർ 1 ആണ്. ഇവിടെ ബേസ് ചക്രയുടെ ആക്ടിവേഷൻ വരുന്നത് നമ്പർ 1 ആണ്. നമ്പർ 1 എന്ന് പറയുമ്പോൾ നമ്മുടെ 7 ചക്ര ബേസ് ചക്ര വരുന്നത് അല്ലെങ്കിൽ റൂട്ട് ചക്ര വരുന്നത് നമ്പർ 1-ലാണ്, ഫസ്റ്റിലാണ് വന്നിരിക്കുന്നത്. അതായത് 7 ചക്രയിൽ ഏറ്റവും താഴെ സ്ഥിതി ചെയ്യുന്നതാണ് റൂട്ട് ചക്ര എന്നുള്ള റെഡ് കളറുള്ളത്. അപ്പോൾ ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് നിങ്ങൾ 7 ചക്രാസിനെയും ഒന്ന് സ്മരിക്കുന്നതും അതും അല്ല എങ്കിൽ ഓരോ ചക്രാസിനും പ്രത്യേകം ഒന്ന് താങ്ക് യു പറയുന്നതും ഒക്കെ ഏറ്റവും നന്നായിരിക്കും. കാരണം ഓരോ ചക്രാസും നിങ്ങൾക്ക് പലതരത്തിലുള്ള കാര്യങ്ങളാണ് കൊണ്ടുതരുന്നത്, മനസ്സിലാവും. വിവിധ ഉദ്ദേശങ്ങളാണ് ഓരോ ചക്രാസിനും ഉള്ളത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് സാധിച്ചു കിട്ടണമെങ്കിൽ ഏറ്റവും നല്ലതാണ് ഒരു ദിവസം ഒരു തവണയെങ്കിലും എല്ലാ ചക്രാസിനെയും ഒന്ന് മനസ്സിൽ കാണുന്നതും താങ്ക് യു പറയുന്നതും ഐ ലവ് യു പറയുന്നതും, മനസ്സിലായോ? അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ബേസ് ചക്ര എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തോ ജോലി ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ പ്രോഗ്രസ് ഉണ്ടാവുന്നു എന്ന് കണ്ടല്ലോ. അപ്പോൾ ഇവിടെ ചൂസ് വൈസ്ലി എന്ന് പറഞ്ഞെടുത്ത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന സാമ്പത്തികപരമായ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, ലഭിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും ഇവിടെ ഇനി ലഭിക്കാനുള്ളത് കൂടി നിങ്ങൾക്ക് ലഭിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മണി ബ്ലോക്കിനെ മാറ്റുക, അതാണ്. മണി ബ്ലോക്കിലാണ് ബേസ് ചക്രയുടെ കാര്യം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഈ ബേസ് ചക്രയാണ് നമുക്ക് റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ടാണ് മണി ബ്ലോക്ക് മാറിക്കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റൂട്ട് ചക്രയെ ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ മൂലാധാര ചക്ര എന്ന് പറയും. അപ്പോൾ ഈ ഒരു ചക്രയെ ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെയും കിട്ടാതിരുന്ന സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരും. അതുപോലെ തന്നെ ചില ജോലി സാധ്യതകൾ വരും. സാമ്പത്തികപരമായ പ്രോഗ്രസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഉത്സാഹപൂർവ്വം മറ്റു പല കാര്യങ്ങളിലേക്കും പല തരത്തിലുള്ള ജോലി കാര്യങ്ങളിലേക്കും പോകാനും അതിനുള്ള ബുദ്ധി വർദ്ധിപ്പിച്ചു കിട്ടാനും നിങ്ങൾക്ക് ഈ ഒരു ചക്രയെ ആക്റ്റീവ് ആക്കുന്നത് ഏറ്റവും നന്നായിരിക്കും, മനസ്സിലായി? അതാണ് ഇവിടെ ബേസ് ചക്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്പർ 1 ആണ്, 11 ആണ് നമ്പർ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ഏഞ്ചൽ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. 11 എന്നുള്ള നമ്പർ കാണുന്നവർ ഉണ്ടായിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം കൊണ്ടുവന്നിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. കുറെ കാലം കൊണ്ട് നിങ്ങൾ ഇത് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ പുതിയ തുടക്കത്തിൻ്റെതായ ഒരു ആരംഭം, ഒരു തുടക്കത്തിൻ്റെതായ ഒരു ആരംഭം മാത്രമാണ്. അല്ലാതെ തുടങ്ങിക്കഴിഞ്ഞ എല്ലാം ഇനി ഇങ്ങ് കിട്ടും എന്നുള്ള കാര്യമല്ല ഇവിടെ പറയുന്നത്, മനസ്സിലായോ? അത് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ആത്മീയപരമായ ഒരു യാത്രയിലേക്ക് പോകാൻ അല്ലെങ്കിൽ ആ ഒരു പാതയിലേക്ക് പോകാൻ, ആ പാതയിൽ നിങ്ങൾ സഞ്ചരിക്കുന്നവരാണ് എന്നുള്ള ഒരു തെളിവാണ് ഈ ഒരു നമ്പർ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത്, 11 കാണുന്നത്, മനസ്സിലായോ? അപ്പൊ ഇവിടെ അതാണ് നമ്പർ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ആണ് എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കത് തുടങ്ങാനുള്ള സമയമായിരിക്കുന്നു. ഇവിടെയും അത് തന്നെയാണ് ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത്. 1 ആണ് നമ്പർ. ഇവിടെയും അത് തന്നെയാണ്, നമ്പർ 1 ആണ് വന്നിരിക്കുന്നത്. എന്താണ് നിങ്ങൾ തുടക്കം കുറിക്കാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ. ഇവിടെ 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പൊ തീർച്ചയായിട്ടും കണ്ടില്ലേ, സമ്പത്തിൻ്റെതായ സഫലതയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ മണി ബ്ലോക്ക് മാറിക്കിട്ടുന്നു, പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നു. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളെ ഇതുവരെ ശ്രദ്ധിക്കാതിരുന്ന ആൾക്കാർ പോലും ശ്രദ്ധിക്കുന്ന എനർജിയാണ്.
മനസ്സിലായോ? ഇവിടെ ഇതുവരെ നിങ്ങളെ ശ്രദ്ധിക്കാതിരുന്ന ആൾക്കാർ പോലും, കാരണം നിങ്ങളുടെ അത്രമാത്രം ആ ഒരു കഴിവ് കണ്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ധൈര്യപൂർവ്വമുള്ള അല്ലെങ്കിൽ സ്നേഹപൂർവ്വമുള്ള പെരുമാറ്റം കാണുമ്പോൾ, അതുമല്ല നിങ്ങളിലേക്ക് കൂടുതലായിട്ട് സാമ്പത്തികം വരുന്ന എനർജി ഉണ്ട് എങ്കിൽ അങ്ങനെയും മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. സാമ്പത്തികപരമായിട്ട് ഒരുപാട് ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു അഭിവൃദ്ധി വരികയാണ്. 6 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെയും സമ്പത്തിൻ്റെതായ ഒരു അഭിവൃദ്ധി വരുന്നു. ഇവിടെ 9 ഓഫ് പെന്റക്കിൾസ് സമ്പത്തിൻ്റെതായ ഒരു സഫലത, മണി ബ്ലോക്ക് മാറിക്കിട്ടുന്നു, പുതിയ പുതിയ ജോലികളാവാം, അതുപോലെ ഉത്സാഹപൂർവ്വം മറ്റ് പല കാര്യങ്ങളിലേക്കും കടക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് 2 ഓഫ് വാൻസിന്റെ എനർജിയാണ് ബോട്ടം വന്നിരിക്കുന്നത്. ഇവിടെ 2 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തോ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ശ്രദ്ധ നട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തോ ഒന്നിനെ നിങ്ങൾ ഇവിടെ വളരെയധികം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങനെയുള്ളതാണ് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുന്നത്? ബൈക്കിൽ വന്നിരിക്കുന്ന ടവറാണ്. ക്യൂൻ ഓഫ് കപ്സ് വന്നിരിക്കുന്നു. ഇവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട് ജീവിതത്തിൽ. പക്ഷേ ഇവിടെ നിന്ന് മുന്നോട്ട് നിങ്ങൾ അതിനെ അതിക്രമിച്ച് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ സ്നേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ലവിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജിയാണ് അത് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഏതോ ഒരു വ്യക്തിക്ക് വേണ്ടി ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. കാരണം ചില വ്യക്തികളാവാം, ചില സാഹചര്യങ്ങളാവാം, ഏതെങ്കിലും ചില സാഹചര്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചിലപ്പോൾ സാധിച്ചു തരാം അല്ലെങ്കിൽ സാധ്യമാക്കി തരാമെന്ന് ഏതെങ്കിലും വ്യക്തികൾ വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി ചിലപ്പോൾ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവണം. മനസ്സിലായി? അല്ല എങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി ഒരു വ്യക്തിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്ന എനർജിയും ആണ്. വൺസ് ഓഫ് ഫയർ സൈൻ ആണ് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ പെന്റക്കിൾ എർത്ത് സൈൻ ആണ് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. ഇവിടെയും പെന്റക്കിൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ കപ്പ് വന്നിട്ടുണ്ട്. കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ എല്ലാ എനർജീസും ഇവിടെ വന്നിട്ടുണ്ട്. മനസ്സിലായി? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.